നമ്മുടെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ പരിപാടിയൊക്കെ സൂപ്പർ ആയിരുന്നു. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വളരെ ഒരു എനർജി ഒക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഒരുപാട് ആൾക്ക് വേറെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചോദിച്ചപ്പോൾ എല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ യാഗത്തിനെ കുറിച്ച്, ഇനി പോകുന്ന യാത്രയെ കുറിച്ചും യാത്രയിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അവിടെ എത്തുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. നമസ്കാരം. നമ്മുടെ യാഗം ഇന്നലെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ തന്നു. മുരുക പൂജ രാത്രി 12 മണിക്കാണ് നമ്മൾ ചെയ്തത്. കാരണം ഈ യാഗത്തിൽ രാത്രി പൂജ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ രാത്രി 12 മണിക്ക് നമ്മൾ പഴനിമല ലൈറ്റുകളൊക്കെ അണഞ്ഞ് നിശബ്ദമായി, പഴനിമലയുടെ അടുത്ത് ഇടുമ്പർമല നിശബ്ദമായി നേരത്തെ അതിന് നടുവിലുള്ള ഒരു മണ്ഡലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, പൂജ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് ഗിരിവലം ചെയ്തു. ഈ ഗിരിവലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇന്ന് 13 പേര് മുരുകനെ പൂജിച്ച വിഗ്രഹം കൊണ്ട് ഉജ്ജയിനിലെ യാഗത്തിലേക്ക് യാത്ര ചെയ്യാണ്. ബൈ റോഡ്, ഒരു രഥയാത്ര മാതിരി 13 ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ. ഇതൊരു ചരിത്രപരമായ ദൗത്യമാണ്. കാരണം മാർച്ച് 15-നാണ് ഉജ്ജയിനിൽ വെച്ചിട്ടാണ് യാഗം നടക്കുന്നത്. അത് പളനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം, അതാണ് ആ യാഗത്തിൻ്റെ പേര്. ആ യാഗം എന്തിനാന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ കൂടി പറയാം. ഭാരതം എന്നുള്ള പേരിന് അതിന് ശക്തി കിട്ടാൻ വേണ്ടി, ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് അതിൻ്റെ പവർഫുൾ ലോകം മുഴുവൻ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി, ഇന്ത്യൻ സേനയ്ക്ക് ദേവസേനാപതി മുരുകൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, അതിനാണ് ഈ യാഗം നടത്തുന്നത്. അപ്പോൾ അത് പളനി ടു ഉജ്ജയിൻ യാത്ര പോകുമ്പോൾ അതൊരു സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആവണ യാത്രയിൽ, ബൈ റോഡിലെ യാത്രയിൽ. അത് മുരുകൻ്റെ വിഗ്രഹം കൊണ്ട് പോകുമ്പോൾ ഒരു ചരിത്ര ദൗത്യത്തിലേക്കാണ് ഇന്ന് അവർ സഞ്ചരിക്കുന്നത്. അത് 13 പേര് യാത്ര ഏർപ്പെടുകയാണ്. അവർക്ക് ഒരു നല്ലൊരു ഭഗവാൻ അനുഗ്രഹം കിട്ടാനും ഭഗവാനെ ആ പഴനിമല ചുറ്റിയിട്ട് ആ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗിരിവലം നടത്തിയത്. ഇപ്പോൾ അവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു. പിന്നെ നമ്മുടെ ഈ ഗിരിവലത്തെ കുറിച്ച് ഒരു വാക്ക്, 2 വാക്ക്. ഗിരിവലം പഴനിയിൽ വരുന്ന എല്ലാവരും ഏറ്റവും അടിസ്ഥാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗിരിവലം. കാരണം ആ മല അത്രയും പവർഫുള്ളാണ്. ആ മലയുടെ അടുത്ത് ഇടുമ്പർമല, അതിൻ്റെ അടുത്ത് ന്യൂട്രൽ പോയിന്റ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഊർജ്ജപ്രവാഹം. അപ്പോൾ നിങ്ങൾ ആ പഴനിമല എല്ലാ സിദ്ധന്മാരും, അതായത് എല്ലാ പ്രധാന സിദ്ധന്മാരും വന്ന് തപസ് ചെയ്ത് മുരുകനെ പ്രാർത്ഥിച്ച സ്ഥലം പഴനിമല. അപ്പോൾ ആ പഴനിമല അത് മുരുകൻ്റെ മുകളിൽ വിഗ്രഹം മാറ്ററിലും ഉള്ളിൽ ആൻറ്റി മാറ്ററിൽ അകത്തും, അങ്ങനെ മാറ്റർ ആൻറ്റി മാറ്റർ ഇങ്ങിയ തത്വത്തിലാണ് പഴനിമല റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മലയ്ക്ക് ചുറ്റും സഞ്ചരിക്കുക എന്നുള്ളത് ഒരു ജീവിതത്തിൽ കിട്ടുന്ന മഹാഭാഗ്യമാണ്. ആ ഊർജ്ജപ്രവാഹത്തിൽ എത്തിപ്പെടുക എന്നുള്ള മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ആ മനോഹാരിത, ആ സത്യം തിരിച്ചറിയാൻ ഗിരിവലം എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഉജ്ജയിലേക്ക് വരാം. എല്ലാവരും ഞാൻ ക്ഷണിക്കും, എല്ലാവരും ക്ഷണിക്കണു. മിത്രം വരുന്നുണ്ട്. നമുക്ക് ടീമായിട്ട് നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ ഡ്യൂട്ടി അവിടെ ചെയ്യാം. തീർച്ചയായിട്ടും. ശരി, ഓം ശരണ പോകാൻ നോക്കാം. ഓം ശരണ. എല്ലാവർക്കും വണക്കം. മാർച്ച് 15 മധ്യപ്രദേശ് ഉജ്ജയിനിലെ ഒരു മുരുകയാഗം നടക്കപ്പോൾ പളനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം, അതിലാണ് യാഗത്തിന് പേര്. ഇന്ന് കാലയിൽ പഴനിയാണ്ടവർക്ക് പൂജ പണി, ഗിരിവലം പണി, മുരുകപ്പെരുമാളുടെ ശില കൊണ്ട്, പൂജിച്ച ശില കൊണ്ട് ബൈ റോഡ് നമ്മൾ LM മാർക്കറ്റ്, ലയൺ മയൂര റോയൽ കിങ്ഡം ഗ്രൗണ്ട് ഫ്ലോർ സ്കീം ട്രാവൽ പണി സ്റ്റാർട്ട് பண்ண போகுது. இங்கே பழனி பை ரோடு ரதயாத்திரை ஸ்டார்ட் பண்ண போகுது. அங்கே போய் 15ஆம் തീയതി பெரிய ஒரு யாகம் நடத்த போகுது. முருக யாகம் നോർത്ത് ഇന്ത്യയിലും മധ്യപ്രദേശില് ഉജ്ജയിനിൽ വെച്ച്. ഇന്ത്യക്ക് നല്ലതുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇത് യാഗത്തിക്ക് മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് ഉലകം മുഴുവൻ പോയി ചേരാൻ വേണ്ടിയിട്ട് നടക്കുന്ന യാഗത്തിക്ക് നമ്മളെല്ലാവരുടെയും പ്രയർ എനിക്ക് തേവേ. മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓം ശരവണ ഭവായ നമഃ. நிறைய உலகம் முழுவதும் நிறைய ஆൾക്കാർ வரும். 13 பேரும் கேம் ஸ்டார்ட் பண்ண போகுது. அது கர்நாடகா, കേരള, തമിഴ്നാട് 13 പേര്. அங்கே உலகத்துல நிறைய ஆൾക്കാർ വന്ന് ഒരു 1000 മേലെ ആൾക്കാർ വരപ്പോകുது. അസ്താ ഗുരുകുലം എന്നൊരു ഗുരുകുലം ഇരിക്കാതെ അതൊരു LM മാർക്ക് ലൈൻ മയൂർ റോഡിന്റെ ഫ്ലാഗ് വെച്ചിട്ട് അങ്ങനെ തന്നെ യാഗം നടത്തുമ്പോൾ 14 നൈറ്റ് 15 മധ്യാഹ്നം വരെ യാഗം നടത്തും. തമിഴ് മുറയിലാണ് യാഗം നടത്തുന്നത്. അതിനാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. നോർത്ത് ഇന്ത്യയിൽ, വട ഇന്ത്യയിൽ തമിഴ് മുറയിൽ ഒരു മുരുകാരത്തി നടത്താൻ പോകുന്നത് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. നമ്മൾ ഗംഗാരതിയൊക്കെ ചെയ്യണം, ഒരു മുരുകാരതി ചെയ്യാൻ പോകുന്നത്, മുരുകയാഗം തമിഴിൽ ചെയ്യാൻ പോകുന്നത്. അത് ഇങ്ങേന്ന് ബൈ റോഡ് രഥയാത്രയിൽ ട്രാവൽ പണിയിട്ട് താൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പവർ ഉലകം മുഴുവൻ വരാൻ വേണ്ടിയിട്ട് താൻ ബ്ലെസ്സിങ് താൻ മുരുകശില കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേൽ, ചെങ്കോൽ എല്ലാം കൊണ്ടുപോയിട്ട് താൻ പോകുന്നത്. തഞ്ചാവൂരിലുള്ള ശരവണയ്യ താൻ യാഗം പണിട്ട് ഒരു ടീം താൻ. രജിത് കുമാർ LM മാർക്കറ്റ്.